ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറിനെ പറ്റിയാണ്. ആറ് രണ്ട് തരത്തിലുണ്ട്, ഡൗൺവേർഡ് ആർ ആൻഡ് അപ്വേർഡ് റേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡൗൺവേർഡ് ആർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഡൗൺവേർഡ് ആർ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെയാണ് ഡൗൺവേർഡ് ആർ എഴുതുന്നത്. അപ്പം ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനിഷ്യൽ ആർ പ്രിസീഡഡ് ബൈ എ വൗവൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. അതായത് എയർ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളാണ് എയർ. ഇനിഷ്യൽ ആറിനെ പ്രിസീഡ് ചെയ്ത് വവ്വൽ വരെയാണെങ്കിൽ ഡൗൺവേർഡ് ആറായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ആറ് അതിന് മുമ്പ് വവ്വൽ വരെയാണെങ്കിൽ നമ്മൾ ഡൗൺവേർഡ് ആറ് വേണം യൂസ് ചെയ്യാൻ. ഇതെങ്ങനെ എഴുതും? ഡൗൺവേർഡ് ആറ് എഴുതി വവ്വൽ ഇവിടെ കൊടുത്തു. ഇനിഷ്യൽ ആർ പ്രിസീഡഡ് ബൈ എ വവ്വൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. നമുക്ക് അടുത്ത നോക്കാം. ഫൈനൽ ആർ നോട്ട് ഫോളോഡ് ബൈ എ വവ്വൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. എക്സാമ്പിൾ ചെയർ. അതായത് ഫൈനൽ ആറിന് ശേഷം വവ്വലൊന്നും വന്നിട്ടില്ല എങ്കിൽ ഡൗൺവേർഡ് ആറാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ചെയർ ആറ് കഴിഞ്ഞിട്ട് വവ്വലില്ല. ഇവിടെ ഇനിഷ്യൽ ആറിന് മുമ്പ് വവ്വൽ വന്നാൽ ഡൗൺവേർഡ്, ഫൈനൽ ആറിന് ശേഷം വവ്വൽ വന്നിട്ടില്ല എങ്കിൽ ഡൗൺവേർഡ് ആർ വേണം യൂസ് ചെയ്യാൻ. ചെയർ. മനസ്സിലായോ? ഡൗൺവേർഡ് ആറാണ് യൂസ് ചെയ്തത്, കാരണം ആ ഫൈനൽ ആറിന് ശേഷം വവ്വൽ വന്നിട്ടില്ല. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇനിഷ്യൽ ആർ ബിഫോർ എം. അതായത് എമ്മിന് മുമ്പ് ആറ് വരെയാണെങ്കിൽ. എക്സാമ്പിൾ റൂം. എമ്മിന് മുമ്പ് ആറ് ഏത് സിറ്റുവേഷനിൽ വന്നാലും നമ്മൾ ഡൗൺവേർഡ് ആറേ യൂസ് ചെയ്യാറുള്ളൂ. എക്സാമ്പിൾ റൂം. ഇപ്പോൾ റിമൂവ് എന്ന് വന്നാലും എമ്മിന് മുമ്പ് ആറ് വരെയാണെങ്കിൽ ഡൗൺവേർഡ് ആറ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ഡൗൺവേർഡ്സ് ആറിൻ്റെ 3 പോയിൻറ്റ്സാണ് നോക്കിയത്. ഇനിഷ്യൽ ആർ പ്രിസീഡഡ് ബൈ എ വവ്വൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. അതായത് ആറിന് മുമ്പ് വവ്വൽ വരെയാണെങ്കിൽ ഡൗൺവേർഡ് ആറാണ് യൂസ് ചെയ്യുന്നത്. ഫൈനൽ ആർ നോട്ട് ഫോളോഡ് ബൈ എ വവ്വൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. ആറിന് ശേഷം വവ്വലൊന്നും വന്നിട്ടില്ല എങ്കിൽ, ഫൈനൽ ആറിന് ശേഷം വവ്വലൊന്നും വന്നിട്ടില്ല എങ്കിൽ ഡൗൺവേർഡ് ആർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനിഷ്യൽ ആർ ബിഫോർ എം, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. അതായത് എമ്മിന് മുമ്പ് ആറ് വരെയാണെങ്കിൽ ഡൗൺവേർഡ് ആർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഡൗൺവേർഡ് ആറിൻ്റെ 3 പോയിൻറ്റ്സും കഴിഞ്ഞിരിക്കുന്നു. ഇനി അപ്വേർഡ് റേ. അപ്വേർഡ് റേ ഞാൻ പറഞ്ഞു, ആറ് രണ്ട് തരത്തിലുണ്ട്, ഡൗൺവേർഡ് ആർ ആൻഡ് അപ്വേർഡ് റേ. താഴേന്ന് മുകളിലോട്ട് വേണം റേ എഴുതാനായിട്ട്. ഇതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇനിഷ്യൽ ആർ ഈസ് ഫോളോഡ് ബൈ എ വവ്വൽ. അതായത് എക്സാമ്പിൾ റോ. ഇനിഷ്യൽ ആറിന് ശേഷം വവ്വൽ വരികയാണെങ്കിൽ, അതായത് ഈ ആറിന് ശേഷമാണ് ഇവിടെ വവ്വൽ വന്നിരിക്കുന്നത്, അങ്ങനെ വരികയാണെങ്കിൽ അപ്വേർഡ് റേ വേണം യൂസ് ചെയ്യാനായിട്ട്. റോ ആർ വവ്വൽ റോ. അതായത് ഇനിഷ്യൽ ആറിന് ശേഷം വവ്വൽ വരികയാണെങ്കിൽ അപ്വേർഡ് റേ. ഫൈനൽ ആറിന് പ്രിസീഡ് ചെയ്ത്, അതായത് മുമ്പാണ് വവ്വൽ വരുന്നതെങ്കിൽ ഡൗൺവേർഡ് ആർ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫൈനൽ ആർ ഈസ് ഫോളോഡ് ബൈ എ വവ്വൽ. എക്സാമ്പിൾ ചെറി. ഫൈനൽ ആർ, അതായത് ഫൈനൽ ആറിന് ശേഷം വവ്വൽ, വൈ ആണ് വന്നിരിക്കണമെങ്കിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇ എന്നാണ് കേൾക്കുന്നത്, വവ്വലാണ്. അപ്പോൾ ഫൈനൽ ആറിന് ശേഷം വവ്വൽ വരികയാണെങ്കിൽ അപ്വേർഡ് റേ വേണം യൂസ് ചെയ്യാൻ. ചെറി. കണ്ടോ? ഇവിടെയാണെങ്കിലോ ആറിന് ശേഷം വവ്വൽ വന്നിട്ടില്ല എങ്കിൽ ഡൗൺവേർഡ് ആറും, ആറിന് ശേഷം വവ്വൽ വരികയാണെങ്കിൽ അപ്വേർഡ് റേയും. ഈ 2 പോയിൻറ്റ്സാണ് അപ്വേർഡ് റേയിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ആറിന് രണ്ട് ഇതുണ്ട്, ഡൗൺവേർഡ് ആർ ആൻഡ് അപ്വേർഡ് റേ. ഫസ്റ്റ് പോയിൻറ്റ്, ഇനിഷ്യൽ ആർ ഈസ് പ്രിസീഡഡ് ബൈ എ വവ്വൽ, ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. ആറിന് മുമ്പ് വവ്വൽ വരികയാണെങ്കിൽ ഡൗൺവേർഡ് ആർ യൂസ് ചെയ്യും. സെക്കൻഡ് പോയിൻറ്റ്, ഫൈനൽ ആർ നോട്ട് ഫോളോഡ് ബൈ എ വവ്വൽ. ഫൈനൽ ആറിന് ശേഷം വവ്വൽ വന്നില്ല എങ്കിൽ ഡൗൺവേർഡ് ആർ വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ ചെയർ. ഇനിഷ്യൽ ആർ ബിഫോർ എം,
ഡൗൺവേർഡ് ആർ ഈസ് യൂസ്ഡ്. എക്സാമ്പിൾ റൂം. ഇതെങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്ന് കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസണൻസ്, വൊവൽസ് അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിലോട്ട് വരാൻ പറ്റുകയുള്ളൂ. അടുത്തത് അപ്വേർഡ് റേ. ഇനിഷ്യൽ ആർ ഈസ് ഫോളോഡ് ബൈ എ വൊവൽ. ഇനിഷ്യൽ ആറിന് ശേഷം വൊവൽ വരികയാണെങ്കിൽ അപ്വേർഡ് റേ ആണ് എഴുതേണ്ടത്. അടുത്ത ഫൈനൽ ആർ ഈസ് ഫോളോഡ് ബൈ എ വൊവൽ. അപ്വേർഡ് ഫോം ഈസ് യൂസ്ഡ്. ഫൈനൽ ആറിന് ശേഷം വൊവൽ വരികയാണെങ്കിൽ അപ്വേർഡ് റേ വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ ചെറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹേ ആണ്. ഹേ 2 ടൈപ്പ് ഉണ്ട്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഹേ. സർവ്വസാധാരണമായി നമ്മൾ അപ്വേർഡ് ഹേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്വേർഡ് ഹേക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഹാച്ച്. എ ആണ് അതിന് ശേഷം വന്ന വൊവൽ. സോ എബോവ് ദ ലൈൻ ഹാച്ച്. ഇങ്ങനെയാണ് സാധാരണ ഹേ ഉപയോഗിക്കാറുള്ളത്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഡൗൺവേർഡ് ഹേ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. The consonants he is standing alone or followed by k or gay is written downward. അതായത് ഈ ഹേ ഒറ്റയ്ക്ക് വരുന്ന സിറ്റുവേഷൻ. എക്സാമ്പിൾ ഹി. ഹേ മാത്രമാണ് വന്നത്, പിന്നെ ഒരു വൊവലും. സോ ഒറ്റയ്ക്ക് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺവേർഡ് ഹേ ആണ് യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ ഹി. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഹേയെ ഫോളോ ചെയ്ത് കെയോ ഗേയോ വരികയാണെങ്കിലും നമ്മൾ ഡൗൺവേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഹെയ്ക്ക്. ഹെയ്ക്ക്. കെയോ ഗേയോ ഫോളോ ചെയ്ത് വരുമ്പോഴോ ഒറ്റയ്ക്ക് വരുമ്പോഴോ നമ്മൾ ഡൗൺവേർഡ് ഹേ യൂസ് ചെയ്യും. അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും ഹേ അപ്വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാമലോഗ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാമലോഗ്സ് നോക്കാം. അതിനു മുമ്പ് ഗ്രാമലോഗ്സ് എന്താണെന്ന് നോക്കാം. ഗ്രാമലോഗ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻലി ഒക്കറിങ് വേർഡ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ എ ഷോർട്ട് ഹാൻഡ് ബൈ സിംഗിൾ സൈൻ. സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വാക്കുകളെ ഷോർട്ട് ഹാൻഡിൽ ഒരു സിംഗിൾ സൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗ്രാമലോഗ്സ്. സോ ഈ ചാപ്റ്ററിലെ ഗ്രാമലോഗ്സ് നോക്കാം. പുട്ട്, ബി, ടു ബി, ഇറ്റ്, had, do, difference, different, much, which, each. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രാമലോഗ്സ്. പുട്ട് എഴുതുമ്പോൾ പി സ്ട്രോക്ക് ത്രൂ ദ ലൈൻ. പി സ്ട്രോക്ക് ത്രൂ ദ ലൈൻ എഴുതിയാൽ പുട്ട്. ബി എഴുതുമ്പോൾ പിയെ കട്ടികൂട്ടി എഴുതുന്നതാണ് ബി. ഓൺ ദ ലൈൻ ബി എഴുതിയാൽ ബി. ടു ബി എഴുതുമ്പോൾ ബി ത്രൂ ദ ലൈൻ. ബി ത്രൂ ദ ലൈൻ എഴുതിയാൽ ടു ബി. ഇറ്റ്. ടി ഓൺ ദ ലൈൻ എഴുതിയാൽ ഇറ്റ്. ഹാഡ്. ഡി എബോവ് ദ ലൈൻ. ടിയെ കട്ടികൂട്ടുന്നതാണ് ഡി. ഡി എബോവ് ദ ലൈൻ എഴുതിയാൽ ഹാഡ്. ഓൺ ദ ലൈൻ എഴുതിയാൽ ഡു. ത്രൂ ദ ലൈൻ എഴുതിയാൽ ഡിഫറൻസ് ഓർ ഡിഫറൻറ്റ്. അടുത്ത് മച്ച്. മച്ച് എബോവ് ദ ലൈൻ, അതായത് ചെ എബോവ് ദ ലൈൻ എഴുതിയാൽ മച്ച്. ഓൺ ദ ലൈൻ എഴുതിയാൽ വിച്ച്. ത്രൂ ദ ലൈൻ എഴുതിയാൽ ഈച്ച്. ഒരിക്കൽ കൂടെ നോക്കാം. പുട്ട് എഴുതുമ്പോൾ പി ത്രൂ ദ ലൈൻ. ബി എഴുതുമ്പോൾ ബി ഓൺ ദ ലൈൻ. ടു ബി എഴുതുമ്പോൾ ബി ത്രൂ ദ ലൈൻ. ഇറ്റ് എഴുതുമ്പോൾ ടി ഓൺ ദ ലൈൻ. ഹാഡ് എഴുതുമ്പോൾ ഡി എബോവ് ദ ലൈൻ. ഡു എഴുതുമ്പോൾ ഡി ഓൺ ദ ലൈൻ. ഡിഫറൻസ് ഓർ ഡിഫറൻറ്റ് എഴുതുമ്പോൾ ഡി ത്രൂ ദ ലൈൻ. ഇത് ഡി എബോവ് ദ ലൈൻ, ഓൺ ദ ലൈൻ, ത്രൂ ദ ലൈൻ. ഹാഡ്, ഡു, ഡിഫറൻസ് ഓർ ഡിഫറൻറ്റ്. ഇത് ചെ. ചെ എബോവ് ദ ലൈൻ എഴുതിയാൽ മച്ച്. ഓൺ ദ ലൈൻ വിച്ച്. ത്രൂ ദ ലൈൻ ഇച്ച്. ഈച്ച്.
ഓക്കെ, അപ്പം ചേ, എബോവ് ദ ലൈൻ, ഓൺ ദ ലൈൻ, ത്രൂ ദ ലൈൻ, മച്ച്, വിച്ച്, ഈച്ച്, ഇങ്ങനെയാണ് ഗ്രാമർ ലോക്സ്. ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്ന ഗ്രാമർ ലോക്സ്.